ഹായ് ഹലോ വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ നേഴ്സ് എഡ്യൂക്കേറ്റർ. സമയം രാവിലെ 5:30. നല്ല വൃത്തികെട്ട കാലാവസ്ഥ. മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ ഇല്ലെന്ന് ചോദിച്ചുണ്ട്. അതുപോലെ ഇറിറ്റേറ്റിംഗ് മഴയാണ് പുറത്തിറങ്ങിയപ്പോൾ. സമ്മറിൽ ഇവിടെ 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് നേരം വെളുക്കട്ടോ. അപ്പൊ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ജിമ്മ് വരെ പോയിട്ട് വരാം. ജിമ്മിലേക്ക് പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് മഴ നിന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ തിരിച്ചു വരുമ്പോൾ നല്ല മഴ പെയ്തു, പണി കിട്ടി, ഫുള്ള് നനഞ്ഞു. എന്തായാലും നനഞ്ഞു, ഇനി ഒന്ന് കുളിച്ച് കയറാം. ഫ്രഷ് ആയി കഴിഞ്ഞ് റെഡിയായ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു വ്യത്യാസവും ഇല്ല, നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് കഴിച്ചു കഴിഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങി നടന്നു. എന്റെ ഡ്യൂട്ടി ടൈം 8 to 4 ആണ്. ഇന്നത്തെ എന്റെ ഡ്യൂട്ടി ടി ലെവൽ സ്റ്റുഡൻസിന്റെ കൂടെ ഒരു ഡെന്റൽ വർക്ക്ഷോപ്പ് ആണ്. സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഏത് കരിയർ ചൂസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പിള്ളേരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 2 years പ്രോഗ്രാമാണ് ഈ ടി ലെവൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നഴ്സിംഗ്, ഡെന്റൽ, ഫിസിയോ അങ്ങനെയുള്ള ഒരുപാട് കോഴ്സസിനെ കുറിച്ചുള്ള നല്ലൊരു ഐഡിയ ഇവർക്ക് ഈ 2 yearsനകത്ത് ഉണ്ടാവും. അപ്പം കോഴ്സ് കഴിയുമ്പോഴേക്ക് തന്നെ ഏത് കരിയറിലേക്കാണ് പോകേണ്ടതെന്ന് ഇവർക്ക് ഡിസൈഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. 9 മണിക്കാണ് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിൽ എത്തി. ഡെന്റിസ്റ്റ്, ഡെന്റൽ ഹൈജിനിസ്റ്റ്, ഡെന്റൽ ടെക്നീഷ്യൻ, ഡെന്റൽ നഴ്സ് മുതലായ ഒരുപാട് പ്രൊഫഷണൽസിന്റെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു ഇവർക്ക്. അതുകൂടാതെ ഡെന്റൽ അസസ്മെന്റ്, ഡെന്റൽ ഫില്ലിംഗ്, ഡെന്റൽ ബ്രേസിംഗ് മുതലായ ഒരുപാട് പ്രൊസീജിയേഴ്സിന്റെ പ്രാക്ടിക്കൽ സെഷൻസും സിമുലേഷനും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വർക്ക്ഷോപ്പ് ആയിരുന്നു. ഡെന്റിസ്ട്രിയിൽ തന്നെ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകളും കരിയർ ഓപ്ഷൻസും ഉണ്ടെന്നുള്ളത് ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ ഇവർ പിള്ളേർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ചൂസ് ചെയ്ത പ്രൊഫഷൻ തെറ്റായി പോയി എനിക്കിത് ചേരുന്നതല്ല എന്നോർത്ത് ലൈഫിൽ പിന്നെ റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ ഇങ്ങനെയുള്ള കോഴ്സുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്കാണെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കോഴ്സസ് ഒന്നും ഇല്ലല്ലോ. ബ്രേക്ക് ടൈമിൽ ഞാൻ പോയി ഒരു ചായക്ക് വാങ്ങി കുടിച്ചിട്ട് വന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറച്ച് പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേര് അതെല്ലാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ വൈകിട്ട് ഒരു 4 മണി ആയപ്പോഴേക്ക് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് നടന്നു പോന്നു. ബൈ ബൈ.